ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ തുടങ്ങുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ITR ആണ്, ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ തിയറി സൈഡൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ് ITR, അതിൻ്റെ ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ കൊണ്ടുള്ള ഗുണങ്ങളെന്ന് പറയുന്നത്, ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് മൂവിങ് മെറ്റീരിയൽസ് ഏതാണ്, സ്ലോ മൂവിങ് മെറ്റീരിയൽസ് ഏതാണ്, ഡെഡ് മൂവിങ് എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഫാസ്റ്റ് മൂവിങ് മെറ്റീരിയൽസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അതിൻ്റെ സ്റ്റോക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും, അല്ലെങ്കിൽ അതിൻ്റെ ഇൻവെൻ്ററി കൺട്രോളിങ് വ്യക്തമായിട്ട് നടപ്പിലാക്കാനും നമുക്ക് സാധിക്കുന്നു. നേരെ മറിച്ച് സ്ലോ മൂവിങ് ആണെങ്കിൽ അത് അതിനനുസരിച്ച് ഓർഡർ കൊടുക്കുന്നതൊക്കെ കുറച്ച് അതിൻ്റെ സ്റ്റോറേജ് കുറച്ച് ഒക്കെ എന്ത് ചെയ്യാൻ സാധിക്കും, അതും നമുക്ക് മാക്സിമം എന്ത് ചെയ്യാം, ഇക്കണോമിക്കലാക്കാൻ പറ്റും. ഡെഡ് മൂവിങ് ആയിട്ട് വളരെ വല്ലപ്പോഴും പോകുന്ന ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ വളരെ ചെറിയ സ്റ്റോക്ക് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിന് മുൻപായിട്ട് ITR റേഷ്യോന് മുൻപായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് റീകളക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നോക്കുകയാണെങ്കിൽ EOQ എന്താണെന്ന് പഠിച്ചു. EOQ എന്ന് പറയുന്നത് ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഇക്കണോമിക്കലായിട്ടുള്ള ഓർഡറിങ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു സമയത്ത് ഓർഡർ കൊടുക്കുന്ന ഏറ്റവും ഇക്കണോമിക്കലായിട്ടുള്ള ഒരു ഓർഡറിങ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നതിനെയാണ് ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. EOQ എന്ന് പറയുന്നത് ക്യാരിയിങ് കോസ്റ്റും അതുപോലെ തന്നെ ഓർഡറിങ് കോസ്റ്റൊക്കെ ഒരു ഒപ്റ്റിമം അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിൽ അല്ലെങ്കിൽ ഈക്വലായിട്ട് വരുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, EOQ കാണുന്നത്. അല്ലെങ്കിൽ അത് രണ്ടും ഈ ഇക്കണോമിക്കലായിട്ട് വരുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്, ഓർഡറിങ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ EOQ എന്ന് പറയുന്നത്. EOQയിൽ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. അത്രയധികം ക്വസ്റ്റ്യൻസ് ഇവിടെ ITRൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ ആവശ്യം ITR എന്ന് പറയുന്നത് വളരെ ചെറിയ സ്കോപ്പേ അതിനുള്ളൂ. കാരണം അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറവായിട്ടല്ല, അതിന് വലിയ മാറ്റങ്ങളില്ല. ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ അവിടെ വരുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ പേജ് നമ്പർ 75 ആ ഇല്ലസ്ട്രേഷൻ, അതിൻ്റെ ITR കഴിഞ്ഞതിന് ശേഷം തന്നെ പേജ് നമ്പർ 75 ഇല്ലസ്ട്രേഷൻ 16 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ. ഫോളോയിങ് ഡാറ്റയിൽ നിന്ന് ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. മെറ്റീരിയൽ Xൻ്റെയും Yയുടെയും തന്നിട്ടുണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ. ഓപ്പണിംഗ് സ്റ്റോക്ക് Xൻ്റെയും Yയുടെയും തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് Xൻ്റെയും Yയുടെയും തന്നിട്ടുണ്ട്. പർച്ചേസസ് Xൻ്റെയും Yയുടെയും തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഡിറ്റർമിൻ ദ ഫാസ്റ്റ് മൂവിങ് മെറ്റീരിയൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യണം, വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മെറ്റീരിയൽ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ITR കാണണം. അപ്പോൾ ITR ഈസ് ഈക്വൽ ടു ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു, ഞാൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് എന്താണ്, മെറ്റീരിയൽ ടേൺ ഓവർ അല്ലെങ്കിൽ ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡും ആവറേജ് സ്റ്റോക്കും തമ്മിലുള്ള റേഷ്യോ ആണ് അല്ലേ. ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ ഈസ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമർ ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണുക, അതിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിനോടുകൂടി പർച്ചേസസ് കൂട്ടി അവിടെ നിന്ന് എന്ത് കുറച്ചാൽ മതി, ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് Xൻ്റെയും Yയുടെയും കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കാണുക എന്നുള്ളതാണ്. Xൻ്റെ കാണാൻ നമുക്ക് ആദ്യം. Xൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് 30,000 രൂപയാണ്. പർച്ചേസസ് 1,65,000 അപ്പോൾ 30,000 പ്ലസ് 1,65,000 മൈനസ് 20,000 ഈസ് ഈക്വൽ ടു 1,75,000 ആണ് എന്തിൻ്റെ Xൻ്റെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്. Yയുടെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് 80,000 പ്ലസ് പർച്ചേസസ് 1,90,000 മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 60,000 ഈസ് ഈക്വൽ ടു 2,10,000 ആണ് Yയുടെ എന്തെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആവറേജ് സ്റ്റോക്ക് കാണാമെന്നുള്ളതാണ്.
ആവറേജ് സ്റ്റോക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡ് ബൈ 2. ആവറേജ് എന്ന് പറഞ്ഞാൽ നോർമലാണ് അല്ലേ. അപ്പോൾ 30,000 ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 20,000 ആണ്. 30,000 പ്ലസ് 20,000 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 25,000 ആണ് ആവറേജ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ITRയിലേക്ക് പോകാം. ITR ഈസ് ഈക്വൽ ടു വൈയുടെ കൂടി കാണാണ്ട് വൈയുടെ ആവറേജ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 80,000 പ്ലസ് 60,000 ഡിവൈഡ് ബൈ 2 ആണ് വൈയുടെ ആവറേജ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 70,000 ആണ് വൈയുടെ ആവറേജ് സ്റ്റോക്ക്. അതുപോലെ തന്നെ എക്സിൻ്റെ സ്റ്റോക്ക് എന്ന് പറയുന്ന ആവറേജ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 25,000 ആണ്. ഇനി എന്ത് ചെയ്യാം, ITR കാണാം. ITR എക്സ് ഈസ് ഈക്വൽ ടു 1,75,000 ഡിവൈഡ് ബൈ 25,000. 1,75,000 25,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 7 ടൈംസ് 7 ഇരട്ടിയാണ് എന്തെന്ന് പറയുന്നത് ITR എന്ന് പറയുന്നത്. Y ഈസ് ഈക്വൽ ടു വൈയുടെ ITR എന്ന് പറയുന്നത് 2,10,000 ഡിവൈഡ് ബൈ 70,000. 2,10,000 ഡിവൈഡ് ബൈ 70,000. അപ്പോൾ 3 ടൈംസ്. അപ്പോൾ ഒന്ന് ITR എക്സിൻ്റെ 7 ഇരട്ടിയും വൈയുടെ 3 ഇരട്ടിയുമാണ് ITR എന്ന് പറയുന്നത്. ഇനി അത് തന്നെ നമുക്ക് ഇൻവെൻട്രി ടേൺ ഓവർ ഇൻ ഡേയ്സ് വെച്ച് കാണാം. അതായത് ഇൻവെൻട്രി ടേൺ ഓവർ ഡേയ്സിൽ എങ്ങനെയാണ് കാണുക, ടോട്ടൽ ഡേയ്സിനെ, ഒരു വർഷത്തിലെ ഡേയ്സിനെ നമ്മൾ ITR കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. എക്സിൻ്റെ ഒരു വർഷത്തെ ഡേയ്സ് നമുക്ക് സാധാരണ നമ്മൾ അസ്യൂം ചെയ്ത് കണക്കാക്കുന്നത് 365 ആയിട്ടാണ് കണക്കാക്കുന്നത്. എക്സ് ഈസ് ഈക്വൽ ടു 365 ഡിവൈഡ് ബൈ 7, ദാറ്റ് ഈസ് 52.14. അപ്പോൾ നമ്മൾ 52 ഡേയ്സ് എന്ന് പറയും. 52.14 ദിവസമാണുള്ളത്. അപ്പോൾ നമ്മൾ 52 ദിവസം എന്നാണ് പറയുക. വൈയുടെ 365 ഡിവൈഡ് ബൈ 3, അപ്പോൾ 121.67 ദിവസമാണ്. അപ്പോൾ 122 ദിവസം കേട്ടോ. അപ്പോൾ ITR ഓഫ് മെറ്റീരിയൽ എക്സ് ഈസ് ഹയർ ദാൻ ഓഫ് മെറ്റീരിയൽ വൈ. ITR എക്സിൻ്റെ ITR ആണ് കൂടുതൽ. Therefore മെറ്റീരിയൽ എക്സ് ഈസ് എ ഫാസ്റ്റ് മൂവിങ് മെറ്റീരിയൽ. ആവറേജ് സ്റ്റോക്ക് ഓഫ് എക്സ് ഈസ് ഹെൽഡ് ഫോർ എ പീരീഡ് ഓഫ് 52 days while that of y is held for a period of 122 days. കുട്ടികൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ എന്താണ് ഹയർ റേഷ്യോ എന്ന് പറയുന്നത് 52 ദിവസം എടുത്തിട്ട് 7 ഇരട്ടിയാണ് കേട്ടോ. അപ്പോൾ അത് ഡേയ്സിലേക്ക് മാറ്റുമ്പോൾ 52 ദിവസമാണ് എന്തായിട്ട് പറയുന്നത്, 52 ദിവസമാണ് സ്റ്റോക്ക് നമ്മുടെ കയ്യിലിരിക്കുള്ളൂ. അതിന് മുമ്പ് അത് വിറ്റ് തീരും. മനസ്സിലായിട്ടുണ്ടാവും കുട്ടികൾക്ക്. അതായത് 52 ഡേയ്സ് ആണ് ഈ എക്സ് എന്നുള്ള സ്റ്റോക്ക് നമ്മുടെ സ്റ്റോറിലുള്ളൂ. അതിന് മുൻപ് അത് ഇഷ്യൂ ചെയ്ത് കഴിയും. അതേസമയം വൈ എന്ന് പറയുന്നത് ആവറേജ് 122 ദിവസം അല്ലേ, 122 ദിവസം അത് നമ്മുടെ സ്റ്റോക്കിലുണ്ടാവും. അപ്പോൾ ഈ രണ്ട് മെറ്റീരിയൽ കമ്പയർ ചെയ്യുമ്പോൾ ഫാസ്റ്റ് മൂവിങ് എന്ന് പറയുന്നത് മെറ്റീരിയൽ എക്സ് ആണ്. അപ്പോൾ ഫാസ്റ്റ് മൂവിങ് കണ്ടുപിടിച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്, എക്സ് ഫാസ്റ്റ് മൂവിങ് ആയതുകൊണ്ട് അത് കൂടുതൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാനും കൂടുതൽ സ്റ്റോർ ചെയ്യാനൊക്കെ ഉള്ള മുൻകരുതലുകൾ നമുക്കെടുക്കാം. അതേപോലെ തന്നെ വൈ എന്ത് ചെയ്യാം, വൈ 122 ദിവസം കഴിഞ്ഞിട്ട് ആവശ്യം വരുള്ളൂ. അപ്പോൾ കൂടുതൽ പൈസ അതിൽ ബ്ലോക്ക് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ITRൻ്റെ ഗുണങ്ങൾ. ITR ഉപയോഗിച്ച് നമ്മൾ ഓരോ മെറ്റീരിയൽ ഐറ്റംസും അതിൻ്റെ സ്റ്റോറേജും പരിശോധിക്കുകയും വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കൂടുതൽ ശ്രദ്ധ അതിൻ്റെ സ്റ്റോക്കിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യാം. അതേസമയം ഫാസ്റ്റ് മൂവിങ് അല്ല, സ്ലോ മൂവിങ് ആണെങ്കിൽ അതിന് വലിയ ആ ദിവസം കഴിഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കേണ്ട ആവശ്യമുള്ള. ഫാസ്റ്റ് മൂവിങ്ങിൻ്റെ അത്രയും പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം സമയമുണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ടല്ല, അതിന് സമയം കൂടുതലുണ്ട്. കുറച്ച് സമയം കൂടുതൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ടോപ്പിക്ക് ഇവിടെ കഴിയാണ്, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് സ്റ്റോറേജ് കൺട്രോൾ എന്ന് പറയുന്ന ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. സ്റ്റോറേജ് കൺട്രോൾ നമ്മൾ ആദ്യം പറഞ്ഞെന്താണ്, 3 മേഖലയിലാണ് നമ്മൾ കൺട്രോളിങ് അപ്ലൈ ചെയ്യുന്നത്. ഒന്ന് പർച്ചേസ് കൺട്രോൾ, മെറ്റീരിയൽസ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക, അത്തരം കാര്യങ്ങളിലാണ് കൺട്രോൾ വരുന്നത്. 2 സ്റ്റോഴ്സ് കൺട്രോൾ എങ്ങനെയാണ് അത് സ്റ്റോർ ചെയ്യുക. 3 നമ്മൾ ഇഷ്യൂ കൺട്രോൾ പറഞ്ഞു. പിന്നെ 3ാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഇഷ്യൂ കൺട്രോളാണ്. ഇഷ്യൂ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു, ആ പർച്ചേസ് ചെയ്ത മെറ്റീരിയൽസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, സ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല സ്റ്റോക്ക് ലെവൽസ് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇഷ്യൂ കൺട്രോളാണ്. അപ്പോൾ ഇഷ്യൂ കൺട്രോളിനെ
കൃത്യമായിട്ടുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് ഇത് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇഷ്യൂ നടക്കണം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവും. അപ്പോൾ സ്റ്റോപ്പേജ് ഓഫ് പ്രൊഡക്ഷൻ വരാൻ പാടില്ല. റേറ്റ് കൃത്യമായിട്ട് നമ്മൾ പാലിക്കണം. ഇഷ്യൂ ഒരു കണ്ടിന്യൂസ് ഒരു ഫ്ലോ തന്നെ ഇഷ്യൂവിൻ്റെ കാര്യത്തിലുണ്ടായിരിക്കണം. ഒരു കാരണവശാലും പ്രൊഡക്ഷൻ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാംസ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇഷ്യൂവിൻ്റെ പ്രത്യേകതകൾ അതൊക്കെയാണ്. എന്തൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി നോക്കാം നമുക്ക്. ഇഷ്യൂ പ്രൊസീജിയറാണ് ഒന്നാമത്തെ കാര്യം. ഇഷ്യൂ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇഷ്യൂ പ്രൊസീജിയർ എന്ന് പറയുന്നത് the storekeeper issue materials against proper material requisition notes. അത് മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ സ്റ്റോർ കീപ്പറാണല്ലോ സ്റ്റോറിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ. അപ്പോൾ സ്റ്റോർ കീപ്പർക്ക് കൃത്യമായിട്ടുള്ള മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് കിട്ടിയാൽ മാത്രമേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും സ്പെഷ്യലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മെറ്റീരിയൽസ് ഇഷ്യൂ നടത്തണമെങ്കിൽ സ്റ്റോർ കീപ്പർക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് അവൈലബിൾ ആയിരിക്കണം. എ സ്റ്റോർ കീപ്പർ ഈസ് അലൗഡ് ടു ഇഷ്യൂ മെറ്റീരിയൽസ് ഓൺലി അഗെയിൻസ്റ്റ് എ റിട്ടൺ ഓതറൈസേഷൻ. ആ റിട്ടൺ ഓതറൈസേഷനാണ് ഈ പറയുന്നത്. സച്ച് എ റിക്വസ്റ്റ് ഈസ് കോൾഡ് മെറ്റീരിയൽ റിക്വസിഷൻ. ഒന്നുകൂടി പറഞ്ഞിരിക്കുകയാണ്, ഒരു സ്റ്റോർ കീപ്പർക്ക് ഒരു റിട്ടൺ ഓതറൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ. ആ റിട്ടൺ ഓതറൈസേഷനെയാണ് എന്തായിട്ട് പറയുന്നത്, മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതിൻ്റെ മറ്റു കാര്യങ്ങൾ, മെറ്റീരിയൽ റിക്വസിഷൻ എന്താണെന്ന് നോക്കാം. മെറ്റീരിയൽ റിക്വസിഷൻ ഈസ് എ ഫോർമൽ റിക്വസ്റ്റ് സെൻഡ് ടു ദ സ്റ്റോർ കീപ്പർ ഫോർ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ മെറ്റീരിയൽ റിക്വസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോർമൽ റിക്വസ്റ്റ് സെൻഡ് ടു ദ സ്റ്റോർ കീപ്പർ ടു ഇഷ്യൂ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സ്റ്റോർ കീപ്പർക്ക് ഫോർവേഡ് ചെയ്യുന്ന ഫോർമൽ റിക്വസ്റ്റ്, ഒഫീഷ്യൽ റിക്വസ്റ്റാണ് മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഓതറൈസസ് ദ സ്റ്റോർ കീപ്പർ ടു ഇഷ്യൂ ഓഫ് ദ മെറ്റീരിയൽസ്. അത് സ്റ്റോർ കീപ്പർ എന്ത് ചെയ്യുന്നു, ഓതറൈസ് ചെയ്യുന്നു, മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഓതറൈസ് ചെയ്യുന്നു. ദ സ്റ്റോർ കീപ്പർ ഈസ് അലൗഡ് ടു ഇഷ്യൂ മെറ്റീരിയൽസ് ഓൺലി അഗെയിൻസ്റ്റ് റിട്ടൺ മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട്സ്. കൃത്യമായിട്ടുള്ള മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ പല പ്രാവശ്യമായി പറയുന്നു. അതിൽ മെറ്റീരിയൽ റിക്വസിഷൻ നോട്ടിൽ മെറ്റീരിയലിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടിറ്റി, കോഡ് നമ്പർ, ജോബ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം തന്നെ ഉണ്ടാവണം നിർബന്ധമായിട്ടും. ഇനി അടുത്തത് എന്താണ് മെറ്റീരിയൽ റിക്വസിഷൻ? പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾ അത് ചോദിക്കുകയാണെങ്കിൽ എന്ത് എഴുതണം, മെറ്റീരിയൽ റിക്വസിഷൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ എഴുതണം, മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് ഈസ് ആൻ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് ടു സ്റ്റോർ കീപ്പർ ടു ഇഷ്യൂ മെറ്റീരിയൽസ്. സ്റ്റോർ കീപ്പറുടെ പേരിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കാം നമുക്ക്. എ മെറ്റീരിയൽ റിക്വസിഷൻ ഈസ് യൂഷ്വലി പ്രിപ്പയർഡ് ഇൻ ട്രിപ്ലിക്കേറ്റ്. സാധാരണ 3 കോപ്പിയിലാണ് MRN പ്രിപ്പയർ ചെയ്യുന്നത്. 1 copy is sent to the stores department and another copy is sent to the cost department. ഒരു കോപ്പി സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ സ്റ്റോർ കീപ്പർക്ക് കൊടുക്കും, ഒരു കോപ്പി കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കും. മൂന്നാമത്തെ കോപ്പി, ദ തേർഡ് കോപ്പി ഈസ് റീറ്റെയിൻഡ് ബൈ ദ ഇഷ്യൂയിങ് ഡിപ്പാർട്ട്മെൻറ്റ്. ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇഷ്യൂ ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും, അതിൻ്റെ കോപ്പി കൈവശം വയ്ക്കും. മെറ്റീരിയൽ റിക്വസിഷൻ ഈസ് യൂസ്ഡ് as a basic document for making entries in the bin card and stores ledger. മെറ്റീരിയൽ റിക്വസിഷൻ കിട്ടുമ്പോഴാണ് നമ്മൾ മെറ്റീരിയൽ റിക്വസിഷൻ വന്നു, സ്റ്റോർ കീപ്പറോട് ഒരു 1000 യൂണിറ്റ് എക്സ് എന്നുള്ള മെറ്റീരിയലും 500 യൂണിറ്റ്സ് വൈ എന്നുള്ള മെറ്റീരിയലും വേണമെന്നുള്ള റിക്വസ്റ്റ് വന്നാൽ അത് എടുക്കുന്നതിന് മുൻപ് ആ ബിന്നിൽ നിന്ന്, എക്സിൽ നിന്നും വൈയിൽ നിന്ന് ആ ഐറ്റംസ് എടുക്കുന്നതിന് മുൻപ് സ്റ്റോർ കീപ്പർ എവിടെ റെക്കോർഡ് ചെയ്യും, ബിൻ കാർഡിൽ റെക്കോർഡ് ചെയ്യും അല്ലേ. ബിൻ കാർഡ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് റെക്കോർഡ്സ് ജസ്റ്റ് ബിഫോർ ദ ട്രാൻസാക്ഷൻസ് മെയ്ഡ് എന്നാണ്. ട്രാൻസാക്ഷൻസ് നടക്കുന്നതിന് തൊട്ട് മുൻപ് അതിൽ റെക്കോർഡ് ചെയ്യണമെന്നാണ് റൂള് അല്ലേ. അപ്പോൾ ബിൻ കാർഡും സ്റ്റോർസ് ലെഡ്ജറൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിനുള്ള ഒരു ഒഫീഷ്യൽ കോപ്പിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് ഡോക്യുമെൻ്റാണ് എന്തെന്ന് പറയുന്നത്, MRN എന്ന് പറയുന്നത്. ഇനി മെറ്റീരിയൽ റിക്വസിഷൻ നോട്ടിൻ്റെ ഒരു ഫോം താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് പ്രോബ്ലം ഒന്നും വരുന്നതല്ല, പക്ഷേ എന്നാലും ഫോം കുട്ടികൾ കണ്ടിരിക്കണം, പഠിച്ചിരിക്കണം, അത് നോക്കിയിരിക്കാം കേട്ടോ. അത്രയും മാത്രമാണ് അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളൂ. അടുത്തത്
അടുത്തത് റിട്ടേൺ ഓഫ് മെറ്റീരിയൽസ് ടു ദ സ്റ്റോർ. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. റിട്ടേൺ ഓഫ് മെറ്റീരിയൽസ് ടു ദ സ്റ്റോർ, അതായത് റിട്ടേൺ ഓഫ് മെറ്റീരിയൽസ് ടു ദ സ്റ്റോർ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞത് സ്റ്റോർ കീപ്പർ എന്ത് ചെയ്യുന്നു, മെറ്റീരിയൽസ് MRN കിട്ടിക്കഴിഞ്ഞാൽ, മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോർ കീപ്പർ എന്ത് ചെയ്യുന്നു, അത് മെറ്റീരിയൽസ് ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്നു. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ത് ചെയ്യാം, ചില മെറ്റീരിയൽസിൻ്റെ പുവർ ക്വാളിറ്റി ഉണ്ടോ, അതിൻ്റെ ക്വാണ്ടിറ്റിയുള്ള വ്യത്യാസം കൊണ്ടൊക്കെ അത് റിട്ടേൺ ചെയ്യാറുണ്ട്. ചിലപ്പോൾ അധികമായിട്ടോ അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ തെറ്റിപ്പോയിട്ടോ മാറിപ്പോയിട്ടോ പല കാരണങ്ങളും കൊണ്ട് അത് എന്തിലേക്ക് റിട്ടേൺ ചെയ്യാം, സ്റ്റോറിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇനി പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്, സ്റ്റോഴ്സ് ലെഡ്ജറൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്താണ് റിട്ടേൺ എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ സംടൈംസ് മെറ്റീരിയൽസ് ഇഷ്യൂഡ് ടു എ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മേ ബി ഇൻ എക്സസ് ഓഫ് ദ റിക്വയർമെൻറ്റ്, ചിലപ്പോൾ കൂടുതലുണ്ടാവാം, മനസ്സിലായല്ലോ. ദെൻ എന്താണ്, മെറ്റീരിയൽസ് മേ ഓൾസോ ബി റിട്ടേൺഡ് വെൻ ദേ ആർ ഓഫ് പുവർ ക്വാളിറ്റി ഓഫ് ഡിഫക്റ്റീവ്, വളരെ മോശമായിട്ടുള്ള ക്വാളിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഡിഫക്റ്റീവ് ആയിരിക്കാം, കേടുവന്നായിരിക്കാം, അല്ലെങ്കിൽ അധികമായിരിക്കാം. ഇതുകൊണ്ടൊക്കെ അവരെന്ത് ചെയ്യാറുണ്ട്, അത് റിട്ടേൺ ചെയ്യാറുണ്ട്, മനസ്സിലായല്ലോ. വെൻ മെറ്റീരിയൽസ് ആർ റിട്ടേൺഡ് ബൈ ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ടു ദ സ്റ്റോർ റൂം, particulars of the materials returned are entered in a document called material return note. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, അതായത് നമ്മൾ സ്റ്റോറിൽ നിന്ന് പ്രൊഡക്ഷനിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന സ്റ്റോർ കീപ്പർ അല്ലേ, അത് എക്സസ് ആയിട്ടോ പുവർ ക്വാളിറ്റി ആയിട്ടോ ഡിഫക്റ്റീവ് ആയിട്ടൊക്കെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അത് തിരിച്ചു വിടുകയാണെങ്കിൽ, തിരിച്ച് സ്റ്റോറിലേക്ക് തന്നെ അയക്കുകയാണെങ്കിൽ അത് വെറുതെ കൊടുത്താൽ പോരാ, അവിടെ ഒരു എന്ത് വേണം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണം, ഒരു നോട്ട് വേണം. അതിനെ പറയുന്ന പേരാണ് മെറ്റീരിയൽ റിട്ടേൺ നോട്ട്. മെറ്റീരിയൽ റിട്ടേൺ നോട്ട് എന്ന് പറഞ്ഞ് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം മെറ്റീരിയൽസ് തിരിച്ചയക്കാൻ. ഓർ കോൺട്രാ റിക്വസിഷൻ സ്ലിപ്പ്, കോൺട്രാ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, കോൺട്രാ റിക്വസിഷൻ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്ലിപ്പ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഇതെന്ത് ചെയ്യാൻ, ഇത് തിരിച്ചയക്കാൻ, മനസ്സിലായല്ലോ. ഇനി മെറ്റീരിയൽ റിട്ടേൺ നോട്ട് ഈസ് പ്രിപ്പയർഡ് സിമിലർ ടു ദ മെറ്റീരിയൽ റിക്വസിഷൻ ബട്ട് ഇൻ എ ഡിഫറെൻറ്റ് കളർ. ഇറ്റ് ഈസ് നോർമലി പ്രിപ്പയർഡ് ഇൻ ട്രിപ്ലിക്കേറ്റ്. ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ മെറ്റീരിയൽ റിട്ടേൺ നോട്ടും 3 കോപ്പി തന്നെ പ്രിപ്പയർ ചെയ്യുക. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3 കളറിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. 2 copies are sent to the storekeeper who keeps 1 copy and send the other to the cost department. 2 കോപ്പി എന്ത് ചെയ്യും, സ്റ്റോർ കീപ്പർക്ക് കൊടുത്തയക്കും. സ്റ്റോർ കീപ്പർ എന്ത് ചെയ്യും, അതിലൊരു കോപ്പി എവിടേക്ക് കൊടുക്കും, ഒരു കോപ്പി കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കും. 3rd കോപ്പി ഇഷ്യൂയിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വയ്ക്കും. ഇങ്ങനെയാണ് അതിൻ്റെ കാര്യം. അത് അപ്പോൾ ഇവിടെ റിട്ടേൺ ചെയ്യുമെന്ന് മാത്രം മനസ്സിലാക്കുക. അത് മാത്രമല്ല, അതിൻ്റെ മെറ്റീരിയൽ റിട്ടേൺ നോട്ട് എന്താണ്, കോൺട്രാ റിക്വസിഷൻ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അത്തരം കാര്യങ്ങൾ കുട്ടികൾ പഠിച്ചു വയ്ക്കുക. അടുത്ത ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽസ് ആണ്. അതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതായത് ചില സമയത്ത് ചില മെറ്റീരിയൽസ് ഇപ്പോൾ നമ്മൾ A ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ കൊടുത്തയച്ചു, പക്ഷേ A ഡിപ്പാർട്ട്മെൻറ്റിൽ അത് എക്സസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, A ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നു, അത് B ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ട്രാൻസ്ഫർ ആണ്, മനസ്സിലായല്ലോ. അത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽ ഷുഡ് ബി ഡൺ ഓൺലി വിത്ത് പ്രയർ പെർമിഷൻ. അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പ്രയർ പെർമിഷനോട് കൂടിയിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൊടുക്കാൻ സാധിക്കുള്ളൂ. സച്ച് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽസ് ഷുഡ് ബി എൻറ്റേർഡ് ഇൻ എ ഡോക്യുമെൻറ്റ് കോൾഡ് മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട്. അങ്ങനെ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റലായിട്ടുള്ള ട്രാൻസ്ഫർ നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ അത് മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു നോട്ടിൽ നിന്നാണ്, അല്ലെങ്കിൽ നോട്ടിൽ എൻ്റർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ട്രാൻസ്ഫറിങ് നടത്താൻ പാടുള്ളൂ. മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട് ഈസ് എ ഡോക്യുമെൻറ്റ് യൂസ്ഡ് ടു റെക്കോർഡ് ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽസ് ഫ്രം വൺ ഡിപ്പാർട്ട്മെൻറ്റ് ടു അനദർ ഡിപ്പാർട്ട്മെൻറ്റ്. അല്ലേ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അനദർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്, മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട് എന്ന് പറയുന്ന നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അടുത്തത് ബിൽ ഓഫ് മെറ്റീരിയലാണ്. പലപ്പോഴും ഈ ബിൽ ഓഫ് മെറ്റീരിയൽ എവിടെ ചോദിക്കാറുണ്ട്, നമ്മുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ബില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻവോയ്സിനെയാണ് നമ്മൾ ബില്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും എപ്പോഴും തന്നെ.
മനസ്സിലായല്ലോ. അപ്പം ബിൽ ഓഫ് മെറ്റീരിയൽ എന്താണെന്ന് നോക്കാം. നമുക്ക് എന്താണ് ബിൽ ഓഫ് മെറ്റീരിയൽസ് നോക്കാം. Bill of material contains the quantity, quality and specifications of the materials and components required for a particular job or work order. മനസ്സിലായല്ലോ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ജോബിൻ്റെയോ ഒരു വർക്ക് ഓർഡറിൻ്റെയോ ആവശ്യമുള്ള, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജോബിനോ ഒരു വർക്ക് ഓർഡറിനോ ആവശ്യമുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്നും ക്വാളിറ്റി എത്രയാണെന്നും സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും അത്തരം കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. എ ബിൽ ഓഫ് മെറ്റീരിയൽ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ റിക്വസിഷൻ. അവിടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മെറ്റീരിയൽ ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒരു വർക്കോ ഒരു ജോലിയോ നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ, നമുക്ക് ആവശ്യമുള്ള ഐറ്റംസൊക്കെ എഴുതി സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിനെയാണ് എന്തായിട്ട് പറയുന്നത്, ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പാലം പണിയുന്ന ഒരു ബ്രിഡ്ജ് കോൺട്രാക്റ്റ് എടുക്കുകയാണ്. ആ ബ്രിഡ്ജ് പണിയുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എത്രയൊക്കെ വേണം, ഏതൊക്കെ സ്പെസിഫിക്കേഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെ എസ്റ്റിമേറ്റ് എന്ന് പറയാം. എസ്റ്റിമേറ്റ് ഓഫ് മെറ്റീരിയൽസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്, എസ്റ്റിമേറ്റ് ഓഫ് മെറ്റീരിയൽസ് ടു റിക്വയർ ഫോർ എ ജോബ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതിനെയാണ് നമ്മളിവിടെ ബിൽ ഓഫ് മെറ്റീരിയൽസ് ഓർ സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് എന്നുള്ള പേരിൽ കൂടി ഇതറിയപ്പെടുന്നു. ഇനി ഇതിൻ്റെ ബിൽ ഓഫ് മെറ്റീരിയലിൻ്റെ അഡ്വാൻറ്റേജസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ഞാൻ പറയാം. ഇനി വല്ലപ്പോഴും ചോദിച്ചാലോ, നമ്മുടെ സിലബസിലുള്ളതല്ലേ. ബിൽ ഓഫ് മെറ്റീരിയൽ ഒബ്യുവേറ്റ്സ് ദ നീഡ് ഫോർ ഇഷ്യൂയിങ് സെവറൽ മെറ്റീരിയൽ റിക്വസിഷൻസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് എ പർട്ടിക്കുലർ ജോബ്. ഒരു ജോബിനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മൾ എന്ത് ചെയ്യുന്നു, ലിസ്റ്റ് ചെയ്യുന്നു. ഇറ്റ് റെഡ്യൂസസ് ദ ക്ലറിക്കൽ വർക്ക്. അത് ക്ലറിക്കൽ വർക്ക് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. ഇറ്റ് സെർവ്സ് ആസ് എ പർച്ചേസ് റിക്വസിഷൻ. അതൊരു പർച്ചേസ് റിക്വസിഷനായിട്ട് വേണമെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് എടുക്കാം. കാരണം ഈ ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിലേ നമുക്ക് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഇറ്റ് ഗിവ്സ് ആൻ അഡ്വാൻസ് ഇൻഫർമേഷൻ ടു ദ സ്റ്റോർ കീപ്പർ റിഗാർഡിംഗ് ദ റിക്വയർമെൻറ്റ് ഓഫ് മെറ്റീരിയൽസ്. ഇറ്റ് സെർവ്സ് ആസ് എ മെറ്റീരിയൽ റിക്വസിഷൻ ടു ദ സ്റ്റോർ കീപ്പർ. സ്റ്റോർ കീപ്പർക്ക് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് വാങ്ങേണ്ട നമ്മുടെ സ്റ്റോറിലുണ്ടെങ്കിൽ അതൊരു പർച്ചേസ് റിക്വസിഷനായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. മനസ്സിലായല്ലോ. ഇറ്റ് ഹെൽപ്സ് ദ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ടു കാൽക്കുലേറ്റ് ദ മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് ദ ജോബ് ഈസിലി. അല്ലേ, മെറ്റീരിയൽ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ മുഴുവൻ സ്പെസിഫൈ ചെയ്യുന്ന കാരണം കൊണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിനെ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് കണക്കാക്കാൻ ഈസിയാണ്. അതുപോലെ തന്നെ ഇറ്റ് ആക്ട് ആസ് എ ടൂൾ ഫോർ കൺട്രോളിങ് ദ കൺസംഷൻ ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽ കൺസംഷൻ കൺട്രോൾ ചെയ്യുന്നൊരു ടൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് എടുക്കാം. ബിൽ ഓഫ് മെറ്റീരിയൽ ഈസ് യൂഷ്വലി പ്രിപ്പയർഡ് ഇൻ 5 കോപ്പീസ്. 5 കോപ്പിയാണ് ബിൽ ഓഫ് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്നത്. 1 കോപ്പി ഈസ് സെൻഡ് ടു ദ സ്റ്റോർ കീപ്പർ, 1 copy is sent to the purchase department, 1 copy is sent to the production department, and 4th copy is sent to the costing department, and the last and 5th copy is retained by the department which prepares this. എവിടെയാണോ പ്രിപ്പയർ ചെയ്തിട്ടുള്ള അവിടെ എന്ത് ചെയ്യാം, അവിടെ ലാസ്റ്റ് കോപ്പി കീപ്പ് ചെയ്യാം കേട്ടോ. ഇതാണ് ബിൽ ഓഫ് മെറ്റീരിയൽ. ബിൽ ഓഫ് മെറ്റീരിയലിൻ്റെ ആ പേരിൻ്റെ ഇമ്പോർട്ടൻസ് കൊണ്ട് ബിൽ ഓഫ് മെറ്റീരിയൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെന്ന് പഠിക്കുക, എഴുതുക. അടുത്ത മെറ്റീരിയൽ അബ്സ്ട്രാക്റ്റ് ആണ്. ദ സ്റ്റോർ കീപ്പർ റിസീവ്സ് എ ലാർജ് നമ്പർ ഓഫ് മെറ്റീരിയൽ റിക്വസിഷൻസ് ഡ്യൂറിങ് എ പീരീഡ്. ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽ ആർ ഇഷ്യൂഡ് ടു ഡിഫറെൻറ്റ് ജോബ്സ് അഗെയിൻസ്റ്റ് ദീസ് റിക്വസിഷൻ. അറ്റ് ദി എൻഡ് ഓഫ് എ പീരീഡ് all material requisitions relating to the period are analyzed in a statement called material abstract or material analysis sheet. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്, സ്റ്റോർ കീപ്പർക്ക് മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഉള്ള ഒഫീഷ്യൽ റിക്വസ്റ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് എന്ന് പറയുന്നത്. ആ പേര് ചോദിച്ച MRN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MRN മീൻസ് an official request to the storekeeper to issue such materials. മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സ്റ്റോർ കീപ്പർക്ക് കൊടുക്കുന്ന ഒഫീഷ്യൽ റിക്വസ്റ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, MRN എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഒരു ദിവസം തന്നെ പല MRNs വരും.
അപ്പോൾ സ്റ്റോർ കീപ്പറെ സംബന്ധിച്ച് ഒരു മാസം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് MRNs, അതുപോലെ തന്നെ എന്താണ് മെറ്റീരിയൽ ഇഷ്യൂ നോട്ട്സ് ഉണ്ട്, MRNs ഉണ്ട്, പല ഡോക്യുമെൻറ്റ്സ്. ഇതിൽ MRNs ഒക്കെ എടുത്ത് എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഒന്ന് അനലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, അതിനെ മാറ്റുന്നു. കാരണം മെറ്റീരിയൽ റിക്വസിഷൻ നമ്പർ എഴുതുന്നു, അതിൻ്റെ ജോബ് നമ്പർ എഴുതുന്നു, ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എഴുതുന്നു, ഇങ്ങനെയുള്ള ഓരോ ഐറ്റംസ് ലിസ്റ്റ് ചെയ്ത് അദ്ദേഹം അതിനെ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എന്തായിട്ട് പറയുന്നത്, മെറ്റീരിയൽ അബ്സ്ട്രാക്റ്റ് ഓർ മെറ്റീരിയൽ അനാലിസിസ് ഷീറ്റ് എന്ന് പറയുന്നു. ഞാൻ ഒന്നുകൂടി പറയാം. മെറ്റീരിയൽ റിക്വസിഷൻസ് എന്ന് പറയുന്നത് സ്റ്റോർ കീപ്പർക്ക് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യാനുള്ള ഒരു ഒഫീഷ്യൽ റിക്വസ്റ്റാണ്, ഒഫീഷ്യൽ ഡോക്യുമെൻ്റാണ്. ഇങ്ങനെയുള്ള ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ഒരുപാട് നമ്പേഴ്സ് ഒരു ദിവസം ആർക്ക് കിട്ടുന്നു, ഈ സ്റ്റോർ കീപ്പർക്ക് കിട്ടുന്നു. ഇങ്ങനെ ഒരുപാട് നമ്പേഴ്സ് സ്റ്റോർ കീപ്പർക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോർ കീപ്പർ എന്ത് ചെയ്യുന്നു, അതിനെ ഒരു മാസം കഴിയുമ്പോഴോ 1.5 മാസം കഴിയും അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോഴോ ഒക്കെ അതിനെ സമ്മപ്പ് ചെയ്യുന്നു. അതിൻ്റെ ഒരു സമ്മറി എടുക്കാൻ വേണ്ടി ഒന്നിച്ചൊരു ഷീറ്റിലേക്ക്, അനാലിസിസ് എടുക്കുന്നതിന് വേണ്ടി ഒന്നിച്ചൊരു ഷീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഈ ഷീറ്റിനെയാണ് എന്തായിട്ട് പറയുന്നത്, മെറ്റീരിയൽ അബ്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ അനാലിസിസ് ഷീറ്റ് എന്ന് പറയുന്നു. And material abstract is thus a sheet containing the analysis of material requisitions relating to a particular period. മനസ്സിലായല്ലോ? ഒരു പീരീഡിലെ ഉള്ള എല്ലാ MRNയും കൂടി അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെറ്റീരിയൽ അബ്സ്ട്രാക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് മെറ്റീരിയൽ അനാലിസിസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്, പ്രൈസിങ് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂസ്. പ്രൈസിങ് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് സ്റ്റോറിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ പ്രൈസിങ് എങ്ങനെ നടത്തും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രൈസിങ് എങ്ങനെ നടത്തുമെന്നുണ്ടെങ്കിൽ അത് വളരെ ഈസിയാണെന്നൊക്കെ കുട്ടികൾക്ക് തോന്നാം. അപ്പോൾ മെറ്റീരിയൽ 10 രൂപയാണ്, അപ്പോൾ എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുമ്പോഴും 10 രൂപ. അവിടെ ബിസിനസ് അല്ലല്ലോ നടക്കുന്നത്. സ്റ്റോർ കീപ്പർ എന്ത് ചെയ്യുന്നു, വന്ന മെറ്റീരിയൽ 10 രൂപയുടെയാണ്, അപ്പോൾ 10 രൂപയ്ക്ക് അത് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ അവിടെ പ്രശ്നം തീർന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മളിവിടെ എന്ന് പറയുന്ന മെറ്റീരിയൽ ഇപ്പോൾ ആദ്യം വന്നു, ഇന്ന് വന്ന ലോട്ട് എന്ന് പറയുന്നത് 10 രൂപയുടെയാണ്. നാളെ അടുത്ത ലോട്ട് വന്നു, അത് 12 രൂപയുടെയാണ്. അടുത്ത ലോട്ട് മറ്റന്നാൾ വന്നത് 13 രൂപയുടെയാണ്. വില കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് പ്രൈസിൽ നമ്മൾ ഇഷ്യൂ ചെയ്യും, അതൊരു പ്രോബ്ലമാണ്. അപ്പോൾ എല്ലാവരും പറയും, ആദ്യം വന്നിട്ടുള്ള 10 രൂപയുടെ ലോട്ട് ആദ്യം ഇഷ്യൂ ചെയ്യാം, അല്ലേ? അത് ചെയ്യാം. ചില ആളുകൾ പറയും, എന്താണ്, അവസാനം വന്നാണ് വില കൂടിയത്, അപ്പോൾ ആ റേറ്റിന് എല്ലാം ഇഷ്യൂ ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനൊരു പോളിസി ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രൈസിങ് നടത്തുക, അല്ലെങ്കിൽ ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദ പ്രൈസ് which are to be, അല്ലെങ്കിൽ എന്താണ്, പ്രൈസ് വിച്ച് ആർ ടു ബി ഇഷ്യൂഡ് ഇൻ ടേംസ് ഓഫ് എന്താണ്, പ്രൈസിങ് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂസ്. അപ്പോൾ അവിടെ ദ ആക്ട് ഓഫ് ഡിറ്റർമിനിങ് ദ ഇഷ്യൂ പ്രൈസ് ഈസ് നോൺ ആസ് പ്രൈസിങ്. ഇഷ്യൂ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്ന ആ പ്രവൃത്തിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, പ്രൈസിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഹെഡിലേക്ക് കിടക്കാം, മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് മെറ്റീരിയൽ ഇഷ്യൂസ്. എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്രൈസിങ്. അപ്പോൾ ഇതിൽ ഫാക്ടേഴ്സ് ഓഫ് ആൻ ഐഡിയൽ പ്രൈസിങ് മെത്തേഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ സെലക്ഷൻ ഓഫ് പ്രൈസിങ്. സെലക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ടൈപ്പ് ഓഫ് ബിസിനസ് ഓർ ഇൻഡസ്ട്രി, ഏത് ഇൻഡസ്ട്രിയാണെന്ന് നോക്കാം, ബിസിനസ്സാണെന്ന് നോക്കാം. ഫ്രീക്വൻസി ഓഫ് പർച്ചേസസ് ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ്, പർച്ചേസസിൻ്റെ ഫ്രീക്വൻസി, ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ്, നേച്ചർ ഓഫ് മെറ്റീരിയൽസ്, എക്സ്റ്റെൻറ്റ് ഓഫ് ഫ്ലക്ച്വേഷൻസ് ഇൻ ദ പ്രൈസ് ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽ ഫ്ലക്ച്വേഷൻ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, അല്ലേ? നേരത്തെ പറഞ്ഞില്ലേ, പ്രൈസസ് ഓഫ് മെറ്റീരിയൽസ്. പോളിസി റിഗാർഡിംഗ് വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നു. ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ പർച്ചേസ്ഡ്. ക്ലറിക്കൽ വർക്ക്, ഓരോന്നിൻ്റെയും പ്രൈസിങ്ങിൽ വരുന്ന ക്ലറിക്കൽ വർക്ക്. ഇപ്പോൾ 10 രൂപ 10 പൈസ, 10 രൂപ 50 പൈസ, 10 രൂപ 30 പൈസ, ഇങ്ങനെ വരുമ്പോഴുള്ള വ്യത്യാസങ്ങൾ. ട്രെൻഡ് ഇൻ പ്രൈസസ്, പ്രൈസിൻ്റെ ട്രെൻഡ്, അല്ലേ? വില കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രൈസിങ് ആയിരിക്കും, വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ പ്രൈസിങ് ആയിരിക്കും കമ്പനികൾ ഫോളോ ചെയ്യേണ്ടാവുക. അത് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് സിസ്റ്റം ഫോളോഡ്, നമ്മൾ ഫോളോ ചെയ്യുന്ന കോസ്റ്റ്. ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് എന്തിനെ എഫക്റ്റ് ചെയ്യുന്നു? പ്രൈസിങ് മെത്തേഡിനെ എഫക്റ്റ് ചെയ്യുന്നു. അടുത്ത ഫീച്ചേഴ്സ് ഓഫ് എൻ ഐഡിയൽ പ്രൈസിങ് മെത്തേഡ്. ഒരു നല്ല പ്രൈസിങ് മെത്തേഡിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ദ ഇഷ്യൂ പ്രൈസ് ഷുഡ് റിക്കവർ ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ മെറ്റീരിയൽസ്.
ഇഷ്യൂ പ്രൈസ് എന്ത് ചെയ്യണം? ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിനേക്കാൾ കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതാണ് നല്ലത്. ദ ഇഷ്യൂ പ്രൈസ് ഷുഡ് ബി ക്ലോസ് ടു ദ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. പറ്റുവാണെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസിനെ ക്ലോസ് ആയിട്ടുള്ള ഇഷ്യൂ പ്രൈസ് ഉണ്ടാവുന്നത് നല്ല ഒരു ഫീച്ചറാണ്. ദ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഷുഡ് ബി ക്ലോസ് ടു ദ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വിലയും കറണ്ട് മാർക്കറ്റ് പ്രൈസും കൂടി വലിയ അന്തരമില്ലാതിരിക്കുകയാണ് ബെറ്റർ. ദർ ഷുഡ് നോട്ട് ബി ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഇൻ ദ ഇഷ്യൂ പ്രൈസ്. അവിടെ ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഇല്ലാതിരിക്കുകയാണ് ബെറ്റർ. ദർ ഷുഡ് നോട്ട് ബി സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻ ഇൻ മെറ്റീരിയൽ കോസ്റ്റ് ഓർ സിമിലർ ജോബ്സ് ഡൺ കോൺസിക്യൂട്ടീവ്ലി. അതായത് എന്ത് ചെയ്യുക? സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻസ്, അതായത് ഒരേ ടൈപ്പ് ജോലികളാണെങ്കിൽ അതിനെ ജോബുകളാണെങ്കിൽ ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള ഇഷ്യൂ പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യായിരിക്കും നല്ലത്. ഇത്രയാണ് ഇതിൻ്റെ ഐഡിയൽ പ്രൈസിങ് മെത്തേഡിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ പെട്ടെന്നൊന്ന് വായിച്ചു പോയതാണ്, കുട്ടികൾ വായിച്ച് നോക്കാം കേട്ടോ. അടുത്തത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആക്ച്വൽ കോസ്റ്റ് മെത്തേഡ്. പല മെത്തേഡ്സ് ഉണ്ട്. ഈ മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് മെറ്റീരിയൽ ഇഷ്യൂവിൽ പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പ്രൈസിങ് മെത്തേഡാണ് ആക്ച്വൽ കോസ്റ്റ് മെത്തേഡ്. ആക്ച്വൽ കോസ്റ്റ് മെത്തേഡിൽ 6 മെത്തേഡ്സ് ആണുള്ളത്. ഒന്നാമത്തെ പോയിൻ്റ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ഓർ ഫിഫോ മെത്തേഡ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് താഴെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് താഴെ പറയുന്ന കാരണം കൊണ്ട് ഞാൻ പെട്ടെന്ന് വായിച്ചു പോവാണ്. 2 ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ലിഫോ മെത്തേഡ്. 3 ബേസ് സ്റ്റോക്ക് മെത്തേഡ്. 4 ഹയസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ഹിഫോ മെത്തേഡ്. 5 നെക്സ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് നിഫോ മെത്തേഡ്. 6 സ്പെസിഫിക് പ്രൈസ് മെത്തേഡ്. ഇത്രയും ടൈപ്പ് മെത്തേഡ്സ് ആണ് എന്തിനുള്ളത്? ഇതിന് ഉള്ളത് കേട്ടോ. ഏത് മെത്തേഡിനാണ്? ആക്ച്വൽ കോസ്റ്റ് മെത്തേഡിനുള്ളത്. 2 ആവറേജ് കോസ്റ്റ് മെത്തേഡാണ്. ആവറേജ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ആവറേജ് എടുത്ത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന മെത്തേഡിനെയാണ്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് സിമ്പിൾ ആവറേജ് മെത്തേഡാണ്. രണ്ടാമത്തെ വെയ്റ്റഡ് ആവറേജ് മെത്തേഡാണ്. 3 പീരിയോഡിക് ആവറേജ് മെത്തേഡാണ്. 4 പീരിയോഡിക് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. 3 പീരിയോഡിക് സിമ്പിൾ ആവറേജ് ആണ്. 4 പീരിയോഡിക് വെയ്റ്റഡ് ആവറേജ്. 5 മൂവിങ് സിമ്പിൾ ആവറേജ്. 6 മൂവിങ് വെയ്റ്റഡ് ആവറേജ്. ഇത്രയാണ് ആവറേജ് കോസ്റ്റ് മെത്തേഡ്. മൂന്നാമത്തെ മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത് നോഷണൽ പ്രൈസ് മെത്തേഡാണ്. സ്റ്റാൻഡേർഡ് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ്, ഇൻഫ്ലേറ്റഡ് പ്രൈസ്, റീയൂസ് പ്രൈസ്. ഇത്രയാണ് നമുക്ക് ആകെയുള്ള മെത്തേഡ്സ്. ഒന്നാമത്തെ മെത്തേഡ് ആക്ച്വൽ കോസ്റ്റ് മെത്തേഡ്. 2 ആവറേജ് സ്റ്റോക്ക് മെത്തേഡ് കോസ്റ്റ് മെത്തേഡ്. 3 നോഷണൽ പ്രൈസ് മെത്തേഡ്. ഇത്രയും പറഞ്ഞതിൽ നമുക്ക് ഈ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ സിലബസിൽ ഡിസ്കസ് ചെയ്യാനുള്ള 4 മെത്തേഡാണ്. 1 ഫിഫോ മെത്തേഡ്, 2 ലിഫോ മെത്തേഡ്, 3 സിമ്പിൾ ആവറേജ്, 4 വെയ്റ്റഡ് ആവറേജ്. മെത്തേഡിലേക്ക് പോവാം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്നാണ് അതിനെ പറയുക. അണ്ടർ ദിസ് മെത്തേഡ് മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് ടു പ്രൊഡക്ഷൻ ഇൻ ഓർഡർ ഇൻ വിച്ച് ദേ ആർ റിസീവ്ഡ് ഇൻ ദ സ്റ്റോഴ്സ്. അതായത് നമ്മൾ എന്ത് ചെയ്യുക? ഈ മെത്തേഡിൽ മെറ്റീരിയൽസ് സ്റ്റോറിലേക്ക് വരുന്ന ഓർഡറിൽ എന്ത് ചെയ്യുക? അത് തിരിച്ച് ഇഷ്യൂ ചെയ്യാം. മെറ്റീരിയൽസ് സ്റ്റോറിലേക്ക് വന്ന ഓർഡറിൽ മാത്രം എന്ത് ചെയ്യുക? തിരിച്ച് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ അതിന് അടുത്ത സെൻറ്റൻസ് നോക്കുക കുട്ടികൾ. മെറ്റീരിയൽസ് റിസീവ്ഡ് ഫസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. മെറ്റീരിയൽ റിസീവ്ഡ് ഫസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന മെറ്റീരിയൽസ് ആദ്യം ഇഷ്യൂ ചെയ്യുക. ഫസ്റ്റ് ഇൻ വരുന്നത് ഫസ്റ്റ് ഔട്ട് പോകണം. മനസ്സിലായല്ലോ? അത്തരം ഒരു ഇഷ്യൂ രീതിയാണ് ഫിഫോ മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇൻ ആക്ച്വൽ പ്രാക്ടീസ് മെറ്റീരിയൽസ് മെ നോട്ട് ബി ഇഷ്യൂഡ് ഇൻ ദ ഓർഡർ ഇൻ വിച്ച് ദേ ആർ റിസീവ്ഡ്. FIFO is only an assumption for the purpose of pricing material issues. Under this method, cost of materials represent old cost while closing stock represents current cost. ഇവിടെ FIFO method is suitable during a period of falling prices as issues will be charged at the earliest higher prices റിസൾട്ടിങ് ഇൻ ലോവർ പ്രോഫിറ്റ്സ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ടെക്സ്റ്റിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫിഫോ പ്രൈസിങ് എന്നൊക്കെ പറയുന്ന ഇഷ്യൂ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ മുഴുവനായിട്ട് നടക്കുന്ന കാര്യമല്ലായിരിക്കാം. പക്ഷേ ബേസിക്കലി ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ് എന്തായിരിക്കും? ആദ്യം വന്ന പ്രൈസിനാണ് ആദ്യം ഇഷ്യൂ നടക്കുന്നത്. മെറ്റീരിയൽസ് അതന്നെ ആവണം നിർബന്ധമില്ല, അത് പ്രാക്ടിക്കലി അതാണ് പറഞ്ഞത്. പക്ഷേ തിയറി അനുസരിച്ച് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. ആദ്യം വരുന്ന മെറ്റീരിയൽസ് തന്നെ ആദ്യം ഇഷ്യൂ ചെയ്യണം.
അത് ചിലപ്പോൾ പ്രാക്ടിക്കലായിട്ട് നടക്കില്ലായിരിക്കാം. ആദ്യം വരുന്ന റേറ്റ് തന്നെ ആദ്യം ഇഷ്യൂ ചെയ്യുന്നു, എന്നാലും മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഫിഫോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡാണ്. ആദ്യം നമ്മുടെ സ്റ്റോറിലേക്ക് വരുന്ന മെറ്റീരിയൽ തന്നെ ആദ്യം ഇഷ്യൂ ചെയ്യണം. ആ റേറ്റിന് മെറ്റീരിയലിൽ നിന്നുള്ള കാര്യത്തിനേക്കാൾ നമ്മളിവിടെ ഇപ്പോൾ പ്രാക്ടിക്കലി ഇങ്ങനെയാണെന്നൊക്കെ ടെക്സ്റ്റ് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റേറ്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആദ്യം വന്ന റേറ്റ് തന്നെ ആദ്യം ഇഷ്യൂ ചെയ്യണം. ആദ്യം വന്ന റേറ്റിന് തന്നെ ആദ്യത്തെ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യണം. കൃത്യമാണത്, അത് അടിയൊരയിട്ട് ഓർമ്മിക്കുക. ഇനി അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ അഡ്വാൻറ്റേജസ് പഠിക്കുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫിഫോൻ്റെ അഡ്വാൻറ്റേജ് ആണ് ലിഫോൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഫിഫോ സിസ്റ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. അപ്പോൾ ഫിഫോ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ലിഫോ സിസ്റ്റത്തിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരിക. അതുപോലെ തന്നെ ഫിഫോൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ് ലിഫോൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുള്ളൂ, ഇപ്പോൾ പറഞ്ഞു പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കാം. ഒന്നാമത്തെ പോയിൻ്റ്, ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു ഓപ്പറേറ്റ്. വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ, വളരെ ഈസിയാണ് ഓപ്പറേറ്റ് ചെയ്യാൻ. ഇറ്റ് ഈസ് ആൻ ആക്ച്വൽ കോസ്റ്റ് മെത്തേഡ്. മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് അറ്റ് ആക്ച്വൽ കോസ്റ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്, ഇതൊരു ആക്ച്വൽ കോസ്റ്റ് മെത്തേഡാണ്. കാരണം എന്താ, ഒരു മാറ്റവും വരുത്തുന്നില്ല, വന്ന കോസ്റ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഷ്യൂ ചെയ്യുന്നു. നോ പ്രോഫിറ്റ് നോർ ലോസ് ഈസ് മെയ്ഡ് ഫ്രം ദ പ്രൈസിങ് ഓഫ് മെറ്റീരിയൽ. ഇതിൽ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല, പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. ഇറ്റ് ഈസ് എ ലോജിക്കൽ മെത്തേഡ്. ഇതൊരു ലോജിക്കൽ മെത്തേഡാണ്. മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് ഇൻ ദ ഓർഡർ ഇൻ വിച്ച് ദേ ആർ പർച്ചേസ്ഡ്. ലോജിക്കൽ മെത്തേഡാണ്. എന്ത് ചെയ്യുന്നു, മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു, അവർ അത് പർച്ചേസ് ചെയ്ത റേറ്റിന് തന്നെ ഇഷ്യൂ ചെയ്യുന്നു. ലോജിക്ക് മാത്രമേ ഉള്ളൂ. 5, ദ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് റെപ്രസെൻറ്റ്സ് ദ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. മിക്കവാറും ക്ലോസിംഗ് സ്റ്റോക്കിലുള്ള ഐറ്റംസ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും. എന്താ കാരണം, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടല്ല, ആദ്യം വന്നൊക്കെ ആദ്യം പോയില്ലേ. അപ്പോൾ അവസാനം ഇരിക്കുന്നതൊക്കെ എന്തായിരിക്കും, മാർക്കറ്റ് പ്രൈസിനോട് സാമ്യമുള്ളതായിരിക്കും. ദ മെത്തേഡ് ഈസ് യൂസ്ഫുൾ വെൻ പ്രൈസിങ് ആർ ഫോളിങ്. അത് കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രെൻഡാണെങ്കിൽ ഫിഫോ മെത്തേഡ് ഈസ് യൂസ്ഫുൾ അല്ലേ. ആ വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഏതാ യൂസ്ഫുൾ ആയിരിക്കുക, ലിഫോ ആയിരിക്കും അല്ലേ. അടുത്തത് ഡിസഡ്വാൻറ്റേജസ് ആണ്. ക്ലറിക്കൽ എറേഴ്സ് മേ ഹാപ്പൺ വെൻ ദർ ആർ സെവറൽ റെസീപ്റ്റ്സ് ആൻഡ് ഇഷ്യൂസ് ഡ്യൂറിങ് എ പീരീഡ്. ക്ലറിക്കൽ എറേഴ്സ് ഒരുപാട് വരും. എന്താ കാരണമാണ്, ഒരുപാട് ഇഷ്യൂസും ഒരുപാട് റെസിപ്റ്റൊക്കെ വരുന്ന കാരണമുണ്ട് ക്ലറിക്കൽ എറേഴ്സ് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. 2, ഇഷ്യൂ പ്രൈസസ് ഡു നോട്ട് റിസംബിൾ ദ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. ഇഷ്യൂ പ്രൈസ് എന്താവണമെന്നില്ല, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആവണമെന്നില്ല. എന്താ കാരണം, ആദ്യം വന്ന സ്റ്റോക്കാണ് ആദ്യം ഇഷ്യൂ ചെയ്യേണ്ടത്. ഫ്ലക്ച്വേഷൻസ് ഇൻ മാർക്കറ്റ് പ്രൈസ് വിൽ റിസൾട്ട് ഇൻ ഫ്ലക്ച്വേഷൻസ് ഇൻ ഇഷ്യൂ പ്രൈസ് ഓൾസോ. ഫ്ലക്ച്വേഷൻസ് ഇൻ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫ്ലക്ച്വേഷൻസ് ഇൻ ഇഷ്യൂ പ്രൈസും കൂടിയാണ് അല്ലേ. അതായത് മാർക്കറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻ എവിടെ ബാധിക്കും, ഇഷ്യൂ പ്രൈസിൽ വരും കേട്ടോ. എന്താ കാരണം, നമുക്ക് വരുന്ന പ്രൈസ് അനുസരിച്ചിട്ട് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ. ഫോർ പ്രൈസിങ് വൺ റിക്വസിഷൻ മോർ ദാൻ വൺ പ്രൈസ് മേ ഹാവ് ടു ബി യൂസ്ഡ്. ഒരു ഇഷ്യൂവിൽ തന്നെ എന്ത് വരും, ഒരു റിക്വസിഷനിൽ തന്നെ ഇപ്പോൾ എന്താണ്, പല പ്രൈസിലുള്ള ഐറ്റംസ് വരാം, പല പ്രൈസിലുള്ള മെറ്റീരിയൽസ് വരാം. എന്താ കാരണം, മെറ്റീരിയൽസ് വന്ന പ്രൈസിന് മാത്രമേ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ. പ്രൈസസ് ഓഫ് മെറ്റീരിയൽസ് ഇഷ്യൂഡ് ടു ഡിഫറെൻറ്റ് ജോബ്സ് ഓൺ ദ സെയിം ഡേറ്റ് മേ ബി ഡിഫറെൻറ്റ്. ഒരു ഡേറ്റിൽ തന്നെ എന്തായിരിക്കും, പല ജോബിനും പല വർക്കിനും കൊടുക്കുന്ന ഒരേ ടൈപ്പ് മെറ്റീരിയൽസ് തന്നെ ഡിഫറെൻറ്റ് പ്രൈസിലാകാൻ സാധ്യതയുണ്ട്. 6, ദിസ് മെത്തേഡ് ഈസ് നോട്ട് സ്യൂട്ടബിൾ വെൻ പ്രൈസസ് ആർ റൈസിങ് ഇൻ ദ മാർക്കറ്റ്. വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സ്യൂട്ടബിൾ അല്ല, ഈ മെത്തേഡ് സ്യൂട്ടബിൾ അല്ല. ഇത്രയാണ് ഫിഫോനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫിഫോ ലിഫോ സിമ്പിൾ ആവറേജ് വെയ്റ്റഡ് ആവറേജിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും സാധ്യതയുള്ളതാണ്, 4 മാർക്കിൻ്റെയൊക്കെ സാധ്യതയുള്ളതാണ്. ചില സമയങ്ങളിൽ, അപൂർവം സമയങ്ങളിൽ ഫിഫോ ലിഫോ ആയിട്ട് ഒന്നിച്ച് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ പാൻഡമിക് സിറ്റുവേഷനൊക്കെ കണക്കിലെടുത്ത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കാൻ സാധ്യതയുണ്ട്, ഫിഫോ ലിഫോ ഒക്കെ ഒന്നിച്ച് ഉള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇത് വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ, വളരെ സിമ്പിളാണ് ഓപ്പറേറ്റ് ചെയ്യാൻ, വളരെ സിമ്പിളാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് കുട്ടികൾ വായിച്ചിട്ടുണ്ടാവും. എന്താണ്, ഇതിന് ക്ലറിക്കൽ എറേഴ്സ് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അപ്പോൾ പല പ്രാവശ്യം കുട്ടികൾ പഠിച്ചാലും ചിലപ്പോൾ എക്സാമിനേഷനൊക്കെ ചിലപ്പോൾ ക്ലറിക്കലി ആ ഒരു മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മനസ്സിലാക്കാനും ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. അതുപോലെ തന്നെ സ്റ്റോക്ക് എഴുതുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാൻ. ഇനി നമുക്കിവിടെ ഒരു ഇല്ലസ്ട്രേഷൻ ഡിസ്കസ് ചെയ്യാം. പേജ് നമ്പർ 81 ഇല്ലസ്ട്രേഷൻ 17 ആണ്. ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് പ്രിപ്പയർ എ സ്റ്റോഴ്സ് ലെഡ്ജർ
അക്കൗണ്ട് യൂസിങ് ഫിഫോ മെത്തേഡ്. ഫിഫോ മെത്തേഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കണം. ഇനി ഞാൻ പ്രോബ്ലം വായിക്കാം. 2012 January 1 ഓപ്പണിംഗ് സ്റ്റോക്ക് 500 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 12 ഈച്ച്. ഓപ്പണിംഗ് സ്റ്റോക്ക് 500 യൂണിറ്റ് 12 രൂപയിലുണ്ട്. 2-ാം തീയതി പർച്ചേസ്ഡ്, GRN എന്ന് പറയുന്നത് ഗുഡ്സ് റിസീവ്ഡ് നോട്ടാണ്. നമ്മളത് ഈ പ്രോബ്ലം വായിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല, അതവിടെ എഴുതേണ്ട കോളത്തിൽ അത് എഴുതിയാൽ മതി. പർച്ചേസ്ഡ് 300 യൂണിറ്റ്സ് 13 ഈച്ച്. 5-ാം തീയതി ഇഷ്യൂഡ്, അവിടെ MRN ആണ്, മെറ്റീരിയൽ എന്താണ് റിക്വസിഷൻ നോട്ടാണ്, 400 യൂണിറ്റ്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോ, ഇഷ്യൂവിന് എന്തില്ല, പ്രൈസ് ഇല്ല, റേറ്റ് തന്നിട്ടില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം വന്ന ഐറ്റത്തിൽ നിന്ന് വേണം ഈ 400 ഇഷ്യൂ ചെയ്യാൻ. ആദ്യം വന്ന പ്രൈസ് ഇട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, 400 യൂണിറ്റ് ഇഷ്യൂ ചെയ്യാൻ. 10-ാം തീയതി പർച്ചേസ് ചെയ്തിരിക്കുന്ന 1000 യൂണിറ്റ് 15 രൂപയായിട്ട്, 15-ാം തീയതി ഇഷ്യൂ ചെയ്തിരിക്കുന്ന 500 യൂണിറ്റ്, 20-ാം തീയതി ഇഷ്യൂ ചെയ്തിട്ടുള്ള 200 യൂണിറ്റ്, 25-ാം തീയതി നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന 600 യൂണിറ്റ് 16 രൂപയായിട്ട്, 27-ാം തീയതി ഇഷ്യൂ ചെയ്തിരിക്കുന്ന 500 യൂണിറ്റ്. മനസ്സിലായില്ല. അപ്പോൾ ഇവിടെ ഇഷ്യൂസിനൊന്നും തന്നെ, ഇഷ്യൂ ചെയ്യുന്ന മെറ്റീരിയൽസിന് ഒന്നും തന്നെ എന്തുണ്ടാവില്ല, വാല്യൂ റേറ്റ് ഉണ്ടാവില്ല. ആ റേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം. അവിടെയാണ് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഓരോ ദിവസവും ഇഷ്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഓരോ റെസിപ്റ്റ് വരുമ്പോഴും കൃത്യമായിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം പിന്നെ നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും കുട്ടികൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കുട്ടികൾ ചോദിക്കണം. താങ്ക് യു.